ദൈവത്തിന് മഹത്വം. വചനപ്രഭാതത്തിലൂടെ 18-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വാക്യം ഇന്ന് നമുക്ക് ധ്യാനിക്കാം. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്യമാണ്. നമ്മുടെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണവും നമ്മുടെ നീതിക്ക് തക്കവണ്ണവും ദൈവം പ്രതിഫലം തന്നാൽ നമ്മളാരും ജീവിച്ചിരിക്കുക പോലുമില്ല. എന്നാൽ നാം നീതിയുള്ളവരായിരിക്കണം, നാം കൈവെടിപ്പുള്ളവരായിരിക്കണം. അതിനെ സംബന്ധിച്ച് അല്പം കൂടെ വ്യക്തതയുള്ള തർജ്ജിമയിൽ നിന്ന് വായിച്ചാൽ, യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണവും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ കൈകളുടെ വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. മറ്റൊരിടത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്ന വാക്ക് ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്നതാണ്. വിശദീകരിക്കാൻ സമയം ആവശ്യമുണ്ട്. ഈ നീതി എന്ന് പറയുന്നത് അത് കാണുന്ന വ്യക്തിയുടെ കണ്ണിനനുസരിച്ചാണ് അത് വ്യക്തമാകുന്നത്. കാട്ടുനീതി എന്ന് കേട്ടിട്ടില്ലേ? മനുഷ്യരെ അമ്പെയ്ത് കൊന്ന് അതിനെ വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്ന മനുഷ്യരുണ്ട്. അതവരുടെ കാട്ടുനീതിയാണ്. മാനിനെയും മൊയിലിനെയും ഓടിച്ചിട്ട് പിടിച്ചിട്ട് ചോര കുടിച്ചിട്ട് കുറച്ച് തിന്നിട്ട് കളഞ്ഞിട്ട് പോകുന്നത് കാട്ടുമൃഗത്തിൻ്റെ നീതിയാണ്. അപ്പം മനുഷ്യൻ്റെ നീതി എന്നതിന് ഇന്ത്യയുടെ നീതി ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് വിവക്ഷിക്കപ്പെടുന്നത്. അമേരിക്കയിൽ അങ്ങനെയല്ല. ഇവിടെ റോഡിൻ്റെ ഇടതുവശത്തൂടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് ആണ് റൈറ്റ്. അപ്പം ഇവിടെ ലെഫ്റ്റ് ഈസ് റൈറ്റ്, അമേരിക്കയിൽ റൈറ്റ് ഈസ് റൈറ്റ്. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നിയമങ്ങളോട് ബന്ധപ്പെട്ടു വരുന്നു. ഇതുപോലെ ദൈവം യേശുക്രിസ്തുവിൽ കൂടെ എന്നെ കാണുമ്പോഴാണ് ഞാൻ നീതിമാനാകുന്നത്. ആ പുതിയ നിയമ സത്യത്തിൻ്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഈ വചനം കാണണം. ദാവീദ് ഈ പറഞ്ഞത്, അന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവരേക്കാളും അധികം നീതിമാനാണ് ദാവീദ്, അതുകൊണ്ട് ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാണോ അർത്ഥം? അങ്ങനെയൊക്കെ ധരിച്ചു വച്ചിട്ടുള്ളവരുണ്ട്. ഒരു സഭയിൽ ഒരു സഹോദരനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആ കുറ്റപ്പെടുത്തലിന് ഇടയിൽ മോൾക്ക് കോളേജിൽ റാങ്ക് കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് സാക്ഷ്യം പറയുകയാണ്, എൻ്റെ കൈയുടെ വെടിപ്പിനൊത്തവണ്ണവും എൻ്റെ നീതിക്കൊത്തവണ്ണവും എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം തന്നു. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമ്മിൽ തല്ലാനുള്ള വാക്യമാണ്. ദുരുപയോഗം ചെയ്യുന്നവരോട് ദൈവം ക്ഷമിക്കട്ടെ. അറിവില്ലാത്ത കാലത്തായതുകൊണ്ട് ദൈവം ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്? എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വിശുദ്ധിയുടെ തികവ് കൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് അർത്ഥം വരും. പക്ഷേ അത് ബൈബിളിൻ്റെ ആകമാനമുള്ള പഠിപ്പിക്കലിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത തർജ്ജിമ പരിശോധിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ കൈകളുടെ വെടിപ്പിൻ പ്രകാരം എനിക്ക് പകരം നൽകി. അപ്പം ദൈവം എന്നെ കണ്ടത് എൻ്റെ കുറ്റത്തിൻ്റെ വലിപ്പത്തെയല്ല, എൻ്റെ അനുതാപത്തിൻ്റെ വലിപ്പത്തെയാണ്.
ഞാൻ സ്വയം നീതീകരിക്കാതെ എനിക്ക് തെറ്റെന്ന് ബോധ്യപ്പെട്ടതിനെ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച എൻ്റെ സ്വഭാവത്തെ കണ്ടപ്പോൾ ദൈവം എനിക്ക് നീതിയായി കണക്കിട്ടു. വീണ്ടും വീണ്ടും ധ്യാനിക്കുക. സംശയമുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പൗരുഷനിലേക്ക് എഴുതുക. വിശദീകരണം തരാൻ ശ്രമിക്കാം. ഗോഡ് ബ്ലെസ് യു.